ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 555 IC യൂസ് ചെയ്തിട്ടുള്ള അതിൻ്റെ അസ്റ്റേബിൾ മോഡിലുള്ള ഓപ്പറേഷനാണ്. ഇപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു 555 ICയുടെ ഇൻറ്റേർണൽ ഡയഗ്രാം. സോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് 555 ICയുടെ ഇൻറ്റേർണൽ ഡയഗ്രാമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്ഷൻ മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള നിങ്ങൾ ലാബ് ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാറുണ്ട്. അത് നമ്മൾ ലാബിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം അസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അസ്റ്റേബിൾ മോഡാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്റ്റേബിൾ സ്റ്റേറ്റ് ഒന്നുമില്ലാത്ത ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് 555 യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ 555നെ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്യേണ്ട കണക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ 6th പിന്നും അതേപോലെ തന്നെ 2nd പിന്നും കൂടെ നമ്മൾ ഷോർട്ട് ചെയ്യും. 6th 2nd പിന്നും കൂടെ നമ്മൾ ഷോർട്ട് ചെയ്യുന്നു. ഈ ഷോർട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. കപ്പാസിറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇനി 2 റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. 2 റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഈ റെസിസ്റ്ററിൻ്റെ മുകളിലത്തെ പോർഷൻ നമ്മൾ VCCയിലേക്ക് കൊടുക്കും. VCC എന്ന് പറഞ്ഞാൽ നിങ്ങൾ 555നെ എനർജൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെയിം VCC തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ഈ റെസിസ്റ്ററിനെ ഞാൻ RA എന്ന് വിളിക്കുന്നു. ഈ റെസിസ്റ്ററിനെ ഞാൻ RB എന്ന് വിളിക്കുന്നു. എന്നിട്ട് ഈ RA RB എന്ന് പറഞ്ഞ ഈ 2 റെസിസ്റ്ററിൻ്റെയും ഇടയ്ക്ക് ഉള്ള ഒരു പോയിന്റിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് അത് നമ്മൾ 555ൻ്റെ അകത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്ന ടെർമിനലിൽ കണക്ട് ചെയ്ത് വെക്കും. ഡിസ്ചാർജിലേക്ക് കണക്ട് ചെയ്തു. സോ ഇവിടെ കണക്ഷനുണ്ട്. ഡിസ്ചാർജ് ആയിട്ടുള്ള കണക്ഷനിൽ ഈ പാത്തിൽ കണക്ഷനില്ല. സോ ഈ കപ്പാസിറ്ററിനെ ഞാൻ C എന്ന് വിളിക്കുന്നു. ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് 1-2 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം 3 റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 റെസിസ്റ്റേഴ്സ് 5 kilo ohm റെസിസ്റ്റേഴ്സാണ്. സോ ഓരോ റെസിസ്റ്ററിനും അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VCC/3 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ റെസിസ്റ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഫേസിൽ വരുന്ന 2 കമ്പറേറ്ററാണ്. കമ്പറേറ്റർ A, കമ്പറേറ്റർ B. ഇപ്പോൾ കമ്പറേറ്റർ ബിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. സോ ഈ പോയിന്റിലെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്നാണ്. ഇപ്പോൾ ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നിങ്ങൾക്കറിയാം. ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് വരിക 1/3 VCC ആണ്. സോ ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 1/3 VCC. 1/3 ആണ്. 1/3 VCC ആണ് വരിക. ഇനി ഇതേപോലെ തന്നെ തൊട്ട് മുകളിലത്തെ കമ്പറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പറേറ്ററിൻ്റെ ഒരു ടെർമിനൽ, ഇൻവേർട്ടിംഗ് ടെർമിനൽ ഫിക്സ്ഡ് ആണ്. ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ 5K റെസിസ്റ്ററിൻ്റെ 5K റെസിസ്റ്ററിൻ്റെ മുകളിലാണ്. സോ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുക, ടോട്ടൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് ഈ പോയിന്റിൽ വരിക. സോ 1/3 VCC ഓരോ റെസിസ്റ്ററിന് അക്രോസ് വരികയാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/3 VCC ആയിരിക്കും. സോ ഈ കമ്പറേറ്ററിൻ്റെ ഈ ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 2/3 VCC. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ 2 കമ്പറേറ്ററുണ്ട്. കമ്പറേറ്ററിൻ്റെ മുകളിലത്തെ കമ്പറേറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറഞ്ഞാൽ മൈനസ് ടെർമിനൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ് 2/3 VCC. താഴത്തെ കമ്പറേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിലെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് 1/3 VCC. ഇനി നമ്മൾ ഈ സർക്യൂട്ട് ജസ്റ്റ് പവർ ഓൺ ചെയ്യുകയാണ്. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനിഷ്യലി നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടാണ്. അസ്യൂം ചെയ്യാം. കപ്പാസിറ്ററിന് വോൾട്ടേജുകളൊന്നുമില്ല, 0 വോൾട്ടാണ് വരുന്നത്. സോ കപ്പാസിറ്ററിന് അക്രോസ് 0 വോൾട്ടേജ് ആണെങ്കിൽ ഈ കണക്ഷൻ നോക്കൂ. ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഇവിടേക്ക് വരുന്നത്. ഇതാണ് ഇങ്ങോട്ടും പോവുക, ഇതാണ് ഇങ്ങോട്ട് പോവുക. സോ ഈ കമ്പറേറ്ററിൻ്റെ ഈ ടെർമിനലിൽ നിങ്ങൾക്ക് 0 വോൾട്ടേജ് കിട്ടുന്നു. അതേപോലെ തന്നെ ഈ കമ്പറേറ്ററിൻ്റെ മുകളിലത്തെ പോർഷനിൽ നിങ്ങൾക്ക് 0 വോൾട്ടേജ് കിട്ടുന്നു. അപ്പം കമ്പറേറ്റർ എയുടെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഹൈ വോൾട്ടേജ് ഉണ്ട്. അതേസമയം അതിന് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, അതായത് പോസിറ്റീവ് ടെർമിനലിൽ 0 വോൾട്ടാണ് വരുന്നത്, അല്ലേ? സോ 0 വോൾട്ട് വരുന്നത് കൊണ്ട്
ഈ കമ്പറേറ്ററിൻ്റെ മുകളിലത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോജിക്കലി നമുക്ക് വേണമെങ്കിൽ 1 ആണെന്ന് പറയാം. ലോജിക്കലി 1 എന്ന് പറഞ്ഞാൽ ഏത് ടെർമിനലിലെ വോൾട്ടേജ് ആണോ കൂടുതൽ അത് ആയിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട്. ഇപ്പോൾ ഈ കമ്പറേറ്ററിൻ്റെ കേസിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അത് കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് 0യും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പറേറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതൽ. കാരണം ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2/3 VCC ആണ്. മറ്റേ ടെർമിനലിൽ 0 വോൾട്ടേജേ വരുന്നുള്ളൂ. ഇനീഷ്യലി കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആയിരുന്നു. സോ ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതൽ. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലായതുകൊണ്ട് ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായിരിക്കും ഉണ്ടാകുക? ലോജിക്കലി 0 ആയിരിക്കും ഉണ്ടാകുക. ഇനി നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഇതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഫിക്സ്ഡ് ആണ്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1/3 VCC ആണ്. അപ്പോൾ 1/3 VCC എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അതേസമയം അതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്നത് 0 വോൾട്ടാണ്. സോ ഇവിടെ ഏതാണ് കൂടുതൽ? നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതൽ അല്ലേ? പോസിറ്റീവ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതൽ. സോ അതുകൊണ്ട് ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ മുകളിലത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് 0യും താഴത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് 1ഉം. സോ SR ലാച്ചിലെ S എന്ന് പറയുന്ന ടെർമിനലിൽ ഒരു ഹൈ വോൾട്ടേജും R എന്ന് പറയുന്ന ടെർമിനലിൽ 0 എന്ന് പറയുന്ന കണ്ടീഷനും എത്തിയിരിക്കുകയാണ്. സോ നിങ്ങൾക്കറിയാം SR ലാച്ച് ഇത് SR ലാച്ചിൻ്റെ ഔട്ട്പുട്ടാണ്. ഞാൻ ഇതിൻ്റെ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ SRൽ എസ്സിലും ആറിലും 0 ആണെങ്കിൽ നോ ചേഞ്ച് എന്ന് പറയുന്ന കണ്ടീഷനാണ്. എസ്സിൽ 1ഉം ആറിൽ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. എസ്സിൽ 0യും ആറിൽ 1ഉം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1 എന്ന് പറയുന്ന കണ്ടീഷൻ ഇൻവാലിഡ് ആണ്. സോ 1 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ എടുക്കാറില്ല. ഈ 3 കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. 0 നോ ചേഞ്ച്, 1 ഔട്ട്പുട്ട് ഈസ് 1, 0 ഔട്ട്പുട്ട് ഈസ് 0. സോ ഈ കേസിൽ എസ്സിലേക്ക് വരുന്നത് 1 ആണ്, ആറിലേക്ക് വരുന്നത് 0 ആണ്. സോ SR ലാച്ച് നിൽക്കുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്, സെറ്റ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് നിൽക്കുക. സെറ്റിലാണെങ്കിൽ SR ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും, ഹൈ ആയിരിക്കും. പക്ഷെ നിങ്ങളിവിടെ നോക്കുക, നമ്മളിവിടെ ബബിൾ ചെയ്തിട്ടുണ്ട്. ബബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 1നെ ഞാനൊന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടുക? 0 ആണ് കിട്ടുക. ലോജിക്കലി 1നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 0 ആണ്. ഈ 0 എന്ന് പറയുന്ന വോൾട്ടേജാണ് ഈ കപ്പാസിറ്ററിൻ്റെ Q1ൻ്റെ ബേസിലേക്ക് വരുന്നത്. സോ Q1ൻ്റെ ബേസിലേക്ക് ഒരു 0 വോൾട്ടാണ് കിട്ടുന്നത്. സോ Q1ൻ്റെ ബേസിൽ ഇതൊരു NPN ട്രാൻസിസ്റ്ററാണ്. അതിൻ്റെ ബേസിൽ 0 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസിസ്റ്റർ ഓൺ ആകത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. ആ ട്രാൻസിസ്റ്റർ അവിടെ സർക്യൂട്ടിൽ ഇല്ലാത്ത ഡിഫക്റ്റ് ആയിരിക്കും നടക്കുക. അപ്പോൾ ആ സമയത്ത് കപ്പാസിറ്ററിനെ ക്രോസ് വേറെ പാത്തുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കപ്പാസിറ്റർ പതിയെ ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്, കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് VCC എന്ന് പറയുന്ന സപ്ലൈയിലാണ് ത്രൂ RA/RB. സോ ഈ ചാർജിങ് കറണ്ട് ഫ്ലോ ചെയ്യുക, RA കൂടെ വന്ന് RB കൂടെ വന്ന് Cയിലേക്ക് കയറുകയാണ് ചെയ്യുക. അപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സപ്പോസ് 0.1 വോൾട്ട് എത്തി, 0.5 എത്തി, കുറച്ച് കഴിഞ്ഞ സമയത്ത് 1 വോൾട്ടായി, 2 വോൾട്ടായി. ഇതിങ്ങനെ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് എപ്പോഴാണോ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC ആകുന്നത്, എപ്പോഴാണോ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് കൂടും, ഗ്രാജുവലി കൂടുന്നു. സപ്പോസ് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 1/3 VCC ആയെന്ന് വിചാരിക്കുക. ഒരു കണ്ടീഷൻ 1/3 VCC. അപ്പോൾ 1/3 VCC ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നോക്കൂ, കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 1/3 VCC ആണെങ്കിൽ ഇവിടേക്ക് 1/3 VCC വരും, അതേപോലെ തന്നെ താഴേക്കും 1/3 VCC വരും. ഈ രണ്ടത്തിലും ഈ പാത്തിൽ 1/3 VCC വന്നു കഴിഞ്ഞാൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോഴും ഇൻവേർട്ടഡ് ടെർമിനൽ തന്നെയാണ് ഹൈ. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയി തന്നെ നിൽക്കും. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ടെർമിനൽ 1/3 VCC ആണ്,
പക്ഷേ കപ്പാസിറ്റർ അക്രോസ് ഇപ്പോൾ ഉള്ളത് ഗ്രേറ്റർ ദാൻ 1/3 VCC ആണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആക്കും. അപ്പോൾ SRലെ 0 എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കും വരിക. പക്ഷേ SRലെ 0 എന്ന് പറയുന്ന ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ SRൻ്റെ ഔട്ട്പുട്ട് എന്ത് തന്നെയായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന കണ്ടീഷൻ എന്താണോ അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. സോ നേരത്തെ ഉണ്ടായിരുന്ന ഔട്ട്പുട്ട് 1 ആണ്. അപ്പോൾ അത് അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കും. 1 ആണെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് വരുന്ന 0 ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടും ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. വീണ്ടും ഞാൻ ചാർജ് ചെയ്യാണ്. ചാർജ് ചെയ്ത് 1/3 VCCൻ്റെ ഒക്കെ മുകളിൽ പോയി 1/3 VCCയുടെ ഒക്കെ മുകളിൽ പോയിട്ട് ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VC എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2/3 VCC എത്തും. ഗ്രേറ്റർ ദാൻ 2/3 VCC എത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നോക്കി നോക്കൂ. കപ്പാസിറ്റർ അക്രോസിലുള്ള വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC എത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ടെർമിനലിൽ ഓൾറെഡി 2/3 VCC ആണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ഗ്രേറ്റർ ദാൻ 2/3 VCC എത്തി അതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ. സോ അങ്ങനെയാണെങ്കിൽ കമ്പറേറ്റർ 1ൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആവും. ആ സമയത്ത് താഴത്തെ കമ്പറേറ്ററിൽ എന്തായിരിക്കും ഉണ്ടാകുക? ഇവിടെ 1/3 VCC ആണ്, ഇവിടെ വരുന്നത് 2/3 VCC ആണ്. താഴത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. സോ അടുത്തൊരു കണ്ടീഷൻ എത്തി, R1 S0. R1 S0 എന്ന് പറയുന്നത് ഈ കണ്ടീഷനാണ്. റീസെറ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഈ കണ്ടീഷനിൽ SR ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവും. സോ നമ്മളിവിടുന്ന് അതിനെ ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ SR ലാച്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആകുകയാണെങ്കിൽ ഈ കണക്ഷനിലേക്ക് പോകുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഒരു ഹൈ വോൾട്ടേജ് ആയിരിക്കും. സോ ഹൈ വോൾട്ടേജ് NPN ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് എത്തുകയാണ് ചെയ്യുക. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇതുവരെയുള്ള കേസിലെല്ലാം NPN ട്രാൻസിസ്റ്റർ എന്തായിരുന്നു? ഓഫായിരുന്നു. പക്ഷേ ഈ സമയത്ത് NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് എന്താവും? ഓൺ ആവും. ഈ NPN ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ നോക്കൂ, ഈ NPN ട്രാൻസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ഇത് ഓൺ ആകുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളക്ടർ എമിറ്റർ തമ്മിൽ കണക്ഷൻ വരികയാണ് ചെയ്യുക. എമിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ടാണ്. സോ ഇൻ ഇഫക്റ്റ് ഇവിടെ ഒരു 0 വോൾട്ടേജ് വരുന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. 0 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഒരു ഗ്രൗണ്ട് വരുന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ, ഒരു 0 പൊട്ടൻഷ്യൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കപ്പാസിറ്ററിൽ ഈ രീതിയിലുള്ള ചാർജിങ് നടക്കില്ല. കാരണം VCCന്ന് ചാർജ് ഇങ്ങോട്ട് വരാണ്ട് ഗ്രൗണ്ട് ചെയ്ത് പോകുന്ന ഒരു പാത്ത് അവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയി. സോ ചാർജിങ് നടക്കില്ല. അപ്പോൾ പിന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും? പതിയെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുക? ത്രൂ RB. കാരണം ഇതിന് വേറെ പാത്തൊന്നുമില്ല. RB കൂടെ വന്നിട്ട് ഈ ട്രാൻസിസ്റ്ററിൽ കൂടെ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ 0 മുതൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരികയായിരുന്നു. 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്തു, 1/3 VCC എത്തി. 1/3 VCCന്ന് വീണ്ടും കൂടി അത് 2/3 VCC എത്തി. 2/3 VCCയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഡിക്രീസ് ചെയ്ത് ഒരു മൊമെൻറ്റിൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 2/3 VCCൻ്റെ താഴെ പോയി എന്ന് വിചാരിക്കുക. VC ഈസ് ലെസ് ദാൻ 2/3 VCC. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് 2/3 VCCന് താഴെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവും. നമ്മൾ മുന്നേ പറഞ്ഞാണ് ഈ താഴത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ സമയത്ത് 0 ആണ്. സോ 0 എന്ന് പറഞ്ഞാൽ നോ ചേഞ്ച് എന്ന് പറയുന്ന കണ്ടീഷനാണ്. സോ ഇതിൻ്റെ ഔട്ട്പുട്ടിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. വീണ്ടും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അപ്പോഴും എന്താണ്? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഔട്ട്പുട്ടിന് വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ വീണ്ടും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ചാർജ് ഡിസ്ചാർജ് ചെയ്ത് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 2/3 VCC അല്ല 1/3 VCCനെക്കാട്ടിലും കുറയും. ഈ 1/3 VCCനെക്കാട്ടിലും കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1/3 VCCനെക്കാട്ടിലും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ താഴത്തെ കമ്പറേറ്റർ നോക്കുകയാണെങ്കിൽ ഈ താഴത്തെ കമ്പറേറ്ററിൻ്റെ ഈ ടെർമിനലിലെ വോൾട്ടേജ്, അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1/3 VCC ആയി. അതായത് അതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജാണ് കൂടുതൽ. സോ ഈ താഴത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയി മാറുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മുകളിലത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് 0 തന്നെയായിരിക്കും. നോക്കുക 1/3 VCC. ഇവിടുത്തെ വോൾട്ടേജ് കുറവാണ്, 1/3 VCC ആണ്. ഇപ്പുറം 2/3 VCC ആണ്. സോ ഈ കേസിൽ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഹൈ വോൾട്ടേജ്. സോ മുകളിലത്തെ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. സോ S1 R0 എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കും വരിക.
അതായത് S1 R0 എന്ന് പറഞ്ഞാൽ റീസെറ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഈ റീസെറ്റിൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആ 1 എന്നുള്ളത് ഔട്ട്പുട്ട്, ഇതിൻ്റെ ആക്ച്വൽ ഔട്ട്പുട്ട് 1 വരിക. ഈ 1നെ നമ്മളൊന്ന് നോട്ട് ചെയ്തിട്ടാണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുക്കുന്നത്. സോ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നിങ്ങൾക്ക് 0 വോൾട്ട് ആയിരിക്കും കിട്ടുക. അത് എന്ത് ചെയ്യും? ഈ ട്രാൻസിസ്റ്ററിനെ ഓഫാക്കും. ഓഫായി കഴിഞ്ഞാൽ എന്തായി? ഈ പാത്ത് ഇവിടെ ഇല്ല, ഈ ഡിസ്ചാർജിങ് പാത്ത് ഇവിടെ ഇല്ല. വീണ്ടും കപ്പാസിറ്റർ എന്ത് ചെയ്യും? നേരത്തെ പോലെ ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ഈ ഒരു പ്രോസസ്സിങ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അതായത് എപ്പോഴൊക്കെയാണോ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ലെസ് ദാൻ 1/3 VCC ആകുന്നത്, ആ സമയത്തൊക്കെ എന്ത് സംഭവിക്കും? എപ്പോഴൊക്കെയാണോ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ലെസ് ദാൻ 1/3 VCC ആകുന്നത്, ആ സമയത്ത് ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. ഇനി എപ്പോഴൊക്കെയാണ് കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC ആകുന്നത്, ആ സമയത്ത് ഡിസ്ചാർജിങ് നടക്കും. അപ്പോൾ ഇങ്ങനെ ചാർജിങ്, കപ്പാസിറ്റർ അക്രോസുള്ള ചാർജിങ് ഡിസ്ചാർജിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിന് ഒരു ചേഞ്ചസ് വരികയാണ് ചെയ്യുക. എപ്പോഴൊക്കെയാണ് കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് ലെസ് ദാൻ 1/3 VCC ആകുന്നത്, ആ സമയത്ത് ഔട്ട്പുട്ടിന് ഒരു ട്രാൻസിഷൻ നടക്കും. അതേപോലെ തന്നെ എപ്പോഴൊക്കെയാണോ കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് 2/3 VCCനെക്കാട്ടിലും കൂടുന്നത്, ആ സമയത്തും ഔട്ട്പുട്ടിന് ഒരു ട്രാൻസിഷൻ നടക്കും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, തേർഡ് പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹൈ ലോ പൾസ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം ഈ ട്രാൻസിഷൻ നടക്കുക കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 1/3 VCCയുടെ താഴെ പോകുമ്പോഴും 2/3 VCCയുടെ മുകളിൽ പോകുമ്പോഴാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ് ഈ ടൈമും അതേപോലെ തന്നെ ഡിസ്ചാർജിങ് ടൈമും ഉണ്ട്. ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് 2/3 VCC ആകാൻ എടുക്കുന്ന സമയമാണ് ചാർജിങ് ടൈം എന്ന് പറയുന്നത്. ഡിസ്ചാർജിങ് ടൈം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് 1/3 VCC ആകാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ഡിസ്ചാർജിങ് ടൈം എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇതിൻ്റെ ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ ചാർജിങ് നടക്കുക ത്രൂ RA RB ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാർജിങ്ങിന് എടുക്കുന്ന ടൈമിനെ ഒരു കോൺസ്റ്റൻറ്റ് 0.69, ഈ 0.69 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് മാത്തമാറ്റിക്കലി നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. അത് നിങ്ങൾ പഠിക്കുകയൊന്നും വേണ്ട. 0.69 ഇൻറ്റു RA + RB, കാരണം 2 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും വരിക. RA + RB ഇൻറ്റു കപ്പാസിറ്റൻസ് വാല്യൂ. ഇതായിരിക്കും ചാർജിങ്ങിന് വേണ്ടി അത് എടുക്കുന്ന സമയം, അതായത് 2/3 VCC എത്താൻ വേണ്ടി എടുക്കുന്ന സമയം. ഇനി ഡിസ്ചാർജിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജിങ് നടക്കുന്നത് ത്രൂ RB ആണ്. RB എന്ന് പറയുന്ന റെസിസ്റ്ററിൽ കൂടെ ഫ്ലോ ചെയ്ത് ട്രാൻസിസ്റ്ററിൽ കൂടെ വരിക ചെയ്യുക. ഇതിൻ്റെ അകത്ത് RA എന്ന് പറയുന്ന റെസിസ്റ്റർ ഇല്ല. സോ ഡിസ്ചാർജിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ചാർജിങ്ങിൻ്റെ അകത്ത് സെയിം ടൈം കോൺസ്റ്റൻറ്റ് തന്നെയാണ്, പക്ഷേ RB എന്ന് പറയുന്ന റെസിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ഡിസ്ചാർജിങ് പാത്തിൽ. സോ ഇതായിരിക്കും അതിൻ്റെ ഡിസ്ചാർജിങ് ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചാർജിങ് ടൈം കോൺസ്റ്റൻറ്റും ഡിസ്ചാർജിങ് ടൈം കോൺസ്റ്റൻറ്റും. സോ ഇതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ചാർജിങ് ടൈം പ്ലസ് ഡിസ്ചാർജിങ് ടൈമാണ്. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ വരിക. സോ ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/T ആയിരിക്കും. 1/T. T എന്ന് പറഞ്ഞാൽ T ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ചാർജിങ് ടൈം കോൺസ്റ്റൻറ്റ് ആൻഡ് ഡിസ്ചാർജിങ് ടൈം കോൺസ്റ്റൻറ്റ്. സോ ഇങ്ങനെയാണ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ വർക്ക് ചെയ്യുന്നത്.